ഇത് പേരെന്താണ് ചേച്ചി? എന്റെ പേര് ഉഷ. ഏത് മണ്ഡലത്തിലായിരുന്നു? വട്ടിയൂർക്കാവ് മണ്ഡലം. അപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം ഇനിയൊരു മെയ് 4-ാം തീയതി അറിയാം ആര് ജയിക്കുമെന്ന്. അപ്പൊ ഇനിയൊരു സർക്കാർ അധികാരത്തിൽ വരും. അപ്പം ഇപ്പൊ നിലവില് ഭരണ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ ഇനിയൊരു സർക്കാർ ഭരണത്തിൽ വരുമ്പം ചേച്ചിയുടെ ആഗ്രഹത്തിൽ എന്ത് കാര്യം നടപ്പിൽ വരുത്തണം, എന്തിൽ മാറ്റം വരണം എന്നുള്ളതാണെന്ന് ഒന്ന് പറയാമോ? എനിക്ക് ആദ്യം പറയേണ്ടത് താഴ്ന്ന പ്രദേശത്തെ വെള്ളപ്പൊക്കം വരുമ്പോ അതൊന്ന് നിയന്ത്രിച്ചാൽ വളരെ ഉപകാരമാവും. രണ്ടാമത് ആ തോടുകളിലെ അഴുക്കും എല്ലാം മാറ്റിയ കുറെയൊക്കെ ഞങ്ങൾക്കും ആശ്വാസം വരും. ഞങ്ങളും ആ വെള്ളപ്പൊക്കത്തിന്റെ ഇപ്പോഴും ജലങ്ങൾ ഒരുപാട് മലിനീകരണം ഉണ്ട് ഇല്ലേ? ജലമലിനീകരണം ഉണ്ട്. പ്ലാസ്റ്റിക് കുപ്പികള്, മനുഷ്യന്റെ വിസർജനങ്ങള്, മൃഗങ്ങൾ എല്ലാം ഉണ്ട്. അതൊക്കെ ശുദ്ധീകരിച്ച് ജലങ്ങളെല്ലാം നല്ല രീതിയിൽ ജലസ്രോതസ്സിനെ സമ്പത്താക്കുക എന്നുള്ളതാണ് ഇല്ലേ? പിന്നെ കൃഷി വകുപ്പ് നല്ല കൃഷി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. നമ്മൾ അന്യ സംസ്ഥാനത്തിനെ ആശ്രയിക്കുന്നത് നിർത്തലാക്കണം. നമുക്കുള്ള സംഗതി ജൈവവളം ചേർത്ത് നല്ല പോലെ കൃഷി ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ആരോഗ്യപരമായിട്ടുള്ള ചെയ്താൽ അത് വളരെ വലിയ ഉപകാരം. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമാണ്. കാര്യം ഇപ്പൊ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ശരി ശരി. പിന്നെ ശമ്പള വർധനവ്, പ്രൈവറ്റ് ജോലിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം എവിടെയാ ജോലി ചെയ്യുന്നത്? ഓക്കെ. നല്ല ഫെയർ ആയിട്ടുള്ള ശമ്പള വർധനവ് എല്ലാം ഉണ്ടായി സാധാരണ ആൾക്കാരും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഉയരട്ടെ എന്നുള്ള നമുക്ക് ആഗ്രഹിക്കാം അല്ലേ? ഓക്കെ. കാര്യം ഇപ്പൊ സാധാരണ ആൾക്കാർ ഇപ്പോഴും ദുരിതത്തിലാണ് പല കാര്യങ്ങളിലും ഇല്ലേ? ഓക്കെ. ശരി ചേച്ചി, താങ്ക് യു.